ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ രാവിലെ മുതൽ രാത്രി വരെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ വീട്ടിൽ വൃത്തിയാക്കുകയും കാര്യങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. അതിനിടയിൽ ഫുഡ് ഉണ്ടാക്കലും ക്ലീനിങ്ങും പാത്രം കഴുകലും എല്ലാം കഴിയുന്നുണ്ടല്ലോ. അതുപോലെ നമ്മളെ റമദാൻ വരവേൽക്കാനായി. അപ്പോൾ നമ്മൾ നനച്ചുളി ഏകദേശം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഞാൻ അങ്ങനെ ഇന്ന് ഡൈനിങ് ഹാളാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഓരോ ദിവസം ഓരോന്നായിട്ട് ചെയ്യാണ് ഞാൻ ചെയ്യാറ്. എന്താണെന്ന് വെച്ചാൽ ഒറ്റയടിക്ക് ചെയ്താൽ ശരീരം തളർച്ച വരും. നമ്മളെ കാര്യങ്ങളും നിസ്കാരവും കാര്യങ്ങളും ഇബാദത്തും ഒക്കെ അവിടെ മുടങ്ങും ചെയ്യും. രാവിലെ മുതൽ ഒരു വൈകുന്നേരം വരെ അതിന്മേൽ തന്നെ നിന്നാൽ ഓരോ ദിവസം ഓരോന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേയൊക്കെ ക്ലീനിങ് എളുപ്പമാക്കാം. ഈ ഒരു രീതിയിൽ നമ്മൾ ക്ലീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ പരിപാടികളും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ ഒരേപോലെ കൊണ്ട് നടക്കാം. അപ്പോൾ നമ്മൾ വീട് വൃത്തിയാക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക്കാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. സത്യത്തിൽ ആഴ്ചയിലൊരിക്കൽ നമ്മൾ ക്ലീൻ ചെയ്യാൻ നമ്മൾ സമയം കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നനച്ചുളിക്കൊക്കെ ഒന്ന് പൊടി തട്ടി എടുക്കാനേ ഉണ്ടാവുള്ളൂ. പക്ഷേ നമ്മളത് ചെയ്യണില്ലാത്തത് കൊണ്ടാണ് നനച്ചുളിക്ക് നല്ല പോലെ എഫേർട്ട് എടുത്തങ്ങാണ്ട് ക്ലീൻ ചെയ്യാൻ നമുക്ക് പറ്റണത്. പിന്നെ അതുപോലെ ഇതൊരു പഴയ വീടാണ്. പഴയ വീട് നമ്മൾ എത്ര ക്ലീൻ ചെയ്താലും നമുക്ക് ആ ഡീപ്പ് ക്ലീനിങ് അങ്ങോട്ട് കിട്ടൂല. അത് അവിടെ ആയാലും ഇവിടെ ആയാലൊക്കെ ഒരു ഇതുണ്ടാവും. എന്നാലും ക്ലീനിങ് ആയി കിടക്കുമ്പോൾ, അതായത് നല്ല വൃത്തിയിൽ കിടക്കുമ്പോൾ അതൊരു സന്തോഷവും സംതൃപ്തിയും ഒക്കെയാണ് കേട്ടോ. അത് എല്ലാവർക്കും എങ്ങനെയാണെന്നൊക്കെ അറിയില്ല കേട്ടോ. ഒക്കെ ഒതുക്കി ഒരു മൂലയിൽ ഒതുക്കി വെക്കുമ്പോഴും എനിക്ക് നല്ല ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. പിന്നെ നിങ്ങളൊക്കെ നനച്ചുള്ളി തുടങ്ങിയാണാവോ അല്ലേ? ഞാൻ നേരത്തെ തുടങ്ങിയത് ചെറിയൊരു മോളുള്ളത് കാരണം പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണ്ടേ. അപ്പോൾ പെട്ടെന്ന് ചെയ്യണ്ടല്ലോ വിചാരിച്ചിട്ടാണ് കുറച്ച് നേരത്തെ ചെയ്യാൻ നോക്കിയത്. അപ്പോൾ അതാ ഞാൻ ഡൈനിങ് ഹാളിലത്തെ ഈ ചുമരൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ. 2 വട്ടം തുടച്ചെടുക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ പൊടിയൊക്കെ ഉണ്ട്. പൊടി വന്നിട്ട് കളറൊക്കെ മാറിയാണ്. എനിക്ക് പണിയെടുത്ത് തരാൻ എൻ്റെ കൂടെ ഒരാളും കൂടി ഉണ്ട്. എന്നെ ഹെൽപ്പ് ചെയ്യാനൊരു ഹെൽപ്പറെ ഞാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഡൈനിങ് ഹാളിൽ ഒരു കുഞ്ഞു ഷോക്കേസ് ഉണ്ട് കേട്ടോ. ആ ഷോക്കേസിൽ കുറേ ഉപയോഗിക്കാത്ത ഗ്ലാസും പിന്നെ അതുപോലെ കുറേ ആവശ്യമില്ലാത്ത പേപ്പറുകളും അങ്ങനത്തെ കുറേ സാധനങ്ങൾ അതിൻ്റെ മുകളിൽ ഇരിക്കുന്നുണ്ട്. പിന്നെ ഓൻ്റെ ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ആദ്യം എടുത്ത് മാറ്റിയതിന് ശേഷം പിന്നെ ഞാനത് തുടച്ച് വൃത്തിയാക്കാനാണ് നിന്നത്. കുറേ സാധനങ്ങൾ അതിൻ്റെ മുകളിലുണ്ടായിരുന്നു. അത് തുടച്ച് വൃത്തിയാക്കി കുറേ കച്ചറും പൊടിയൊക്കെ ഉണ്ട്. ആ ക്ലിപ്പൊന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ അതൊക്കെ ഒന്നിട്ട് തുടച്ച് വൃത്തിയാക്കിയതിൻ്റെ ശേഷം പിന്നെയും ഞാൻ നല്ല വെള്ളം എടുത്തിട്ട് പിന്നെയും കഴുകും കേട്ടോ. അങ്ങനെ തുടച്ചെടുത്ത് എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളിൽ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം ഞാൻ തുടച്ചെടുക്കുകയാണ് ചെയ്തത്. പിന്നെ അതേപോലെ ഞാൻ ഈ തുടച്ചെടുക്കണതിൽ കുറച്ച് ഷാമ്പു ഇട്ടിക്കണം, കുറച്ച് സ്മെല്ലൊക്കെ കിട്ടാൻ വേണ്ടിങ്ങാണ്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ 2-3 വട്ടം വീണ്ടും വെള്ളം മാറ്റിങ്ങാണ്ട് ഒന്നും കൂടി തുടച്ചെടുക്കുന്നത്. ഷാമ്പു ഇട്ടാലൊരു സ്മെല്ലാണ്. അങ്ങനെ ഞാൻ ഗ്ലാസ്സുകളൊക്കെ ഒന്ന് തുടച്ചെടുത്തങ്ങാണ്ട് വീണ്ടും അതേ സ്ഥലത്ത് തന്നെ വെച്ചിരിക്കണം. പിന്നെ ആ പച്ച കുപ്പിയൊക്കെ അല്ലേ, അതിലൊക്കെ എന്താണെന്നറിയോ, അതിലൊക്കെ ഇവിടുത്തെ ഉമ്മാൻ്റെ എണ്ണ തൈലം അങ്ങനത്തെ സാധനങ്ങളില്ലേ, അതൊക്കെയാണ്. അതൊക്കെ പിന്നെ അത് അവിടെ തന്നെ വെക്കണം. അതവിടെ നിന്ന് സ്ഥലം എടുത്ത് മാറ്റി വെച്ചാൽ അതവർക്ക് ഇഷ്ടപ്പെടില്ല. പണ്ടത്തെ ആൾക്കാരങ്ങനെയുള്ള അവർ വെച്ച സ്ഥലത്ത് വെച്ചില്ല എന്നുണ്ടെങ്കിൽ അത് അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ചുമരുമ്മലൊക്കെ ഭയങ്കരമായ പൂപ്പലും കാര്യങ്ങളൊക്കെ വന്നിരിക്കണം കേട്ടോ. അത് പിന്നെ തുടച്ചെടുത്താലും കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അതേ പഴയ പോലെ തന്നെ വരും. ഇതിപ്പോൾ പെയിൻറ്റ് അടിച്ചിട്ട് അധികമൊന്നും ആയിട്ടില്ല. പക്ഷേ ഈ മഴ പെയ്തിട്ട് ഒരു കിനിവ് പോലെ വന്നിട്ടാണ് അവിടെ അങ്ങനെ ഒരു കളറ് ചേഞ്ച് ആവണം കേട്ടോ ചുമരുമ്മത്തൊക്കെ. അങ്ങനെ ക്ലീനിങ്ങൊക്കെ ഡൈനിങ് ഹാളത്തെ ഒരു വിധം കഴിഞ്ഞ് പിന്നെ ഞാൻ ഈ സൈഡിൽ ഡോറ് തുടച്ചിട്ടില്ല, അത് മറന്നു പോയതാണ്. അത് ഇനി കിച്ചൺ ക്ലീൻ ചെയ്യണം അന്ന് ചെയ്യാൻ വിചാരിച്ച് അങ്ങനെ എല്ലോടും തുടച്ച് വൃത്തിയാക്കി ഇട്ടിട്ടാ. അപ്പം തന്നെ കാണാൻ അൽഹംദുലില്ലാ ഒരു ഹൈറാണ് തുടച്ച് വൃത്തിയാക്കി വെച്ചപ്പോൾ. അങ്ങനെ
പിന്നെ നേരെ കിച്ചണിക്കാണ് പോയത്. കിച്ചണത്തെ വീഡിയോ ഒക്കെ കിച്ചണത്തെ ക്ലീനിങ് ഞാൻ തുടങ്ങിയിട്ടില്ല. അത് ഏറ്റവും അവസാനം ചെയ്യാൻ വിചാരിച്ചിട്ട് അവിടെ വെച്ചതാണ്. എന്താണെന്ന് വെച്ചാൽ നല്ല പണിയുള്ളത് കിച്ചണിലാണ്. എനിക്ക് നല്ല തട്ടിക്കൂട്ടാനുണ്ട്.